Opulence Technologies Pvt Ltd NPK സെൻസറും പ്ലസ് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ടൂളാണിത്. ഇതിന് വരുന്നത് ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് വരുന്നത്. ജസ്റ്റ് പവർ സ്വിച്ച് ആണിത്. പവർ സ്വിച്ച് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ റെഡ് ലൈറ്റ് തെളിയും. ഇന്റർനെറ്റിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് തെളിയും. ഇത് റീസെറ്റ് ബട്ടൺ ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണിത്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാമത് റീസെറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു ഇതാണ് ഇതിന്റെ ഒരു പാനലിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ അതിന്റെ പ്രോബാണ്. പ്രോബ് ഇങ്ങനെയാണ് വരുന്നത്. പ്രോബ് നമ്മൾ ഇത് ജസ്റ്റ് ഊരി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സോയിൽ എടുക്കുക. സോയിൽ 5:1 എന്നുള്ള അളവിലാണ് സോയിൽ എടുക്കേണ്ടത്. സോയിൽ എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴിക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ കൊടുത്ത ആ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. നമ്മൾ ഇതിന്റെ കൂടെയുള്ള യൂസർ മാനുവലിൽ ഉണ്ടാവും. അപ്പൊ അതിൽ നോക്കിയിട്ട് അളവ് കറക്റ്റ് ആയിട്ട് വെക്കുക. അപ്പൊ നോക്കുമ്പോൾ അതിന് 2 തരത്തിലാണ്. 500 ml ബീക്കറിന് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 100 ml ഡിസ്റ്റിൽഡ് വാട്ടറും അതിന് വേണ്ട സോയിലും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. നമ്മൾ സോയിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഡിസോൾവ് ആയതിനു ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇത് ഡിപ്പ് ചെയ്യുമ്പോൾ ഇതിലൊരിക്കലും ഡിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറവാണ്, ചെറിയ സാമ്പിളാണ്. ഇത്രത്തോളം ഡിപ്പ് ചെയ്യണം. ഈ പ്രോബിന്റെ ഈ ഒരു ഭാഗം വരെ നമ്മളത് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. NPK ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. NPK ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. 3 ടാബാണുള്ളത്. സെറ്റിങ്സിൽ വരുന്നത് റെക്കമെൻഡേഷന്, അതുപോലെ സെറ്റിങ്സിൽ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ്, ആ 2 ഓപ്ഷനാണുള്ളത്. നമുക്ക് ഹോമിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ എല്ലാം കാണാം. ഇനി ഏത് സെറ്റിങ്സ് പോയിട്ട് ഞാൻ വൈറ്റ് തന്നെ ആക്കി. ഓക്കെ, ഇതിൽ വരുന്നത് നമുക്ക് ഇപ്പോൾ റീഡിങ് എടുക്കുന്നുണ്ട്. റീഡിങ് പ്രോപ്പർ അല്ല, കാരണം ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, EC, pH ഇത്രയും ആണ് എടുക്കുന്നത്. NPKയും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ECയും pHയും കൂടി അതിലുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതേതാണോ സാമ്പിള്, ആ സാമ്പിളിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. സാമ്പിൾ നമ്മൾ എവിടെ എടുത്ത സാമ്പിൾ നമ്പർ 125 ടൈപ്പ് ചെയ്തു. ലാൻഡ് എവിടെയാണോ ആ ഒരു സ്ഥലം, എങ്ങനെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കൊടുവള്ളി എന്ന് ടൈപ്പ് ചെയ്തു. അപ്ഡേറ്റ് അടിക്കുന്നു. 125 കൊടുവള്ളി അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൽ ഗെറ്റ് റിസൾട്ട് അടിക്കുന്നു. ഗെറ്റ് റിസൾട്ട് അടിക്കുമ്പോൾ ഇതിന് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന് റിസൾട്ട് ജനറേറ്റ് ആയിട്ട് വരും. ജനറേറ്റ് ആയ റിസൾട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അതേ സാമ്പിൾ തന്നെ നമുക്ക് പിന്നെയും എഗെയിൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാമ്പിൾ നമ്പറും പ്ലേസും അടിച്ചിട്ട് അപ്ഡേറ്റ് അടിച്ചിട്ട് ഗെറ്റ് റിസൾട്ട് അടിച്ചാൽ നമുക്കതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയും കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് ഇതിപ്പം 32 സെക്കൻഡ് കൂടിയുണ്ട്. 32 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് നോക്കാം. റിസൾട്ട് കറക്റ്റ് ആയിരിക്കില്ല, കാരണം ഇത് ഫുള്ളായിട്ട് ഡിപ്പ് ആയിട്ടില്ല. എന്നാലും ഏകദേശം വാല്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പർ അല്ല. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാല്യൂസ് കറക്റ്റ് ആയിട്ട് വരും. 15 സെക്കൻഡ് കൂടെ ഉണ്ട്. അതും കൂടി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. 3 സെക്കൻഡ്, 2 സെക്കൻഡ്. ഓക്കെ, റിസൾട്ട് ഈസ് ജനറേറ്റിംഗ്. സെൻസർ റീഡിങ് റിസൾട്ട് ഡീറ്റെയിൽ എല്ലാം വന്നു. അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ആയിട്ട് കിട്ടും റിസൾട്ട്. പിന്നെ വരുന്നത് റെക്കമെൻഡേഷൻ ടൂളാണ്. റെക്കമെൻഡേഷൻ ടൂൾ എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ്. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷന് നമുക്ക് കിട്ടിയ വാല്യൂവിൽ ഏതാണോ കുറവ്. ഇപ്പോൾ നമുക്ക് റൈസിൽ നോക്കാം. റൈസിൽ ലോക്കൽ വെറൈറ്റീസ് ആണെങ്കിൽ നൈട്രജൻ 40, അതുപോലെ തന്നെ ഫോസ്ഫറസ് 20,
പൊട്ടാസ്യം 30 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോ വെറൈറ്റീസിൻ്റെയും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോക്കനട്ടാണ്, കോക്കനട്ട് ഏതാണോ വേണ്ടത് നമുക്കത് വെറൈറ്റീസ് ഡീറ്റെയിൽസ് എടുത്തു നോക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു NPK ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ടൂളാണിത്. സെൻസർ വിത്ത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.